വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വാടനാംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം MLA മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തുക എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായി വാടനാംകുറിശി ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു കെട്ടിടം കൂടി അനുവദിച്ചു. പൊതുവിദ്യാഭ്യാസ ഫണ്ടിൽ നിന്നും 2 കോടി രൂപയാണ് പുതിയ കെട്ടിടത്തിനായി അനുവദിച്ചിട്ടുള്ളത്. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ജീർണാവസ്ഥയിലായിരുന്ന സ്കൂളിന്റെ ഏറ്റവും പഴയ കെട്ടിടത്തിന്റെ സ്ഥാനത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. വാടനാംകുറിശി LP സ്കൂളിൽ ഒരു കെട്ടിടവും ഗേറ്റും അടക്കമുള്ള സൗകര്യങ്ങൾ MLAയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച് പൂർത്തിയാക്കിയിരുന്നു. പൊതുവിദ്യാഭ്യാസ ഫണ്ടിൽ നിന്നും 1 കോടി രൂപയും LP വിഭാഗത്തിനായി അനുവദിച്ചിട്ടുണ്ടെന്നും മുഹസിൻ MLA അറിയിച്ചു. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സൈറ്റിലെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി സൈറ്റ് ക്ലിയർ ചെയ്താൽ ഈ പദ്ധതിയും ആരംഭിക്കാൻ സാധിക്കുമെന്നും MLA പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലക്കാണ് പട്ടാമ്പി മണ്ഡലത്തിലെ വികസന പദ്ധതികളിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. ബഹുഭൂരിപക്ഷം വരുന്ന സ്കൂളുകളിലും ഒരു കെട്ടിടമോ അല്ലെങ്കിൽ ഒന്നിലധികം കെട്ടിടമോ നമുക്ക് ഈ കാലയളവിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാലയത്തിലാകെ വിദ്യാർത്ഥികളുടെ ഒഴുക്കുണ്ടായപ്പോൾ നമ്മുടെ മണ്ഡലത്തിലും ആ ഒഴുക്ക് വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും വിദ്യാഭ്യാസവും സംസ്ഥാന ഗവൺമെന്റ് സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ മാത്രമല്ല എല്ലാ വിഭാഗം ആളുകൾക്കും മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു യജ്ഞമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ഇന്ന് ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ള പൊതുവിദ്യാഭ്യാസമുള്ള സ്ഥലമായി കേരളം മാറിയിട്ടുണ്ട്. നമ്മുടെ പെർഫോമൻസ് ഇൻഡെക്സിലാണെങ്കിൽ നീതി ആയോഗിന്റെ കണക്കിൽ തുടർച്ചയായി 1ാം സ്ഥാനത്ത് നമുക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു. വളരെ ഏറ്റവും ആധുനികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറി. ഞാൻ അതിലേക്കൊന്നും ഇപ്പോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ മുഖം കാണുമ്പോൾ പുസ്തകം നിർത്താൻ തോന്നുന്നു. കാരണം പരീക്ഷയാണ്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായിരുന്നാലും അപ്പൊ അങ്ങനെ നമ്മുടെ വിദ്യാലയങ്ങളിൽ ആകെ മാറ്റം വരുന്നു. നമ്മുടെ വാടനാംകുറിശി സ്കൂളും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഈ വിദ്യാലയങ്ങളിൽ വികസന പദ്ധതികൾ സംസ്ഥാന സർക്കാരിന്റെ ഏതൊക്കെ തലത്തിലെത്തിക്കാൻ കഴിയുമോ അത് എത്തിക്കുമെന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് രജീഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഷ്ണു, പ്രധാന അധ്യാപിക ഗീത ടീച്ചർ എന്നിവർ പങ്കെടുത്തു.